ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ഈ വചനം നിങ്ങളോട് സംസാരിച്ച് ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആളുകളുടെ ശിഷ്യന്മാരോട് സംസാരിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന നടത്തുന്ന ദൈവത്തിന്റെ വചനം ഇത് രാത്രി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം ഉറപ്പുമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടി കരമേന്ദ്രത്തെ ശ്രദ്ധിക്കാം. കൊലോസ്യരുടെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യരുടെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ട് കരുതുന്നു. കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു. 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. ഹല്ലേലൂയ. കൊലോസ്യ സഭയുടെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചും കൊലോസ്യ സഭയുടെ ആരംഭത്തെ കുറിച്ചും നമ്മൾ ചിന്തിച്ചതാണ് പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ. എഫെസോസിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഉണർവിന്റെ നടുവിലായിരുന്ന എപ്പഫ്രാസ് കൊലോസ്യ പട്ടണത്തിലേക്ക് കടന്നു വരുന്ന, എന്റെ സ്വന്തം ഗ്രാമമായ കൊലോസ്യയിലേക്ക് കടന്നു വന്ന അവിടെ താൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മൂപ്പനായി ശുശ്രൂഷിച്ച് തുടങ്ങുന്ന അനുഭവത്തിൽ നിന്നാണ് കൊലോസ്യ സഭ രൂപീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുക. എഫെസോസിൽ ശക്തമായ ഉണർവ് വ്യാപരിക്കുന്ന സമയമായിരുന്നു. നമുക്കറിയാം, ശമരിയയിൽ ഉണർവ് വ്യാപരിച്ചപ്പോൾ ശമരിയയിൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസിനോട് നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അതനുസരിക്കുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അനുസരണത്തിന്റെ മുഖത്ത്, അനുസരണത്തിന്റെ നടുവിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, അസ്തോദിൽ പിന്നെ ഫിലിപ്പോസിനെ പ്രയോജനപ്പെടുന്നതൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എപ്പഫ്രാസും എഫെസോസ് പട്ടണത്തിലെ ഉണർവിന്റെ നടുവിൽ, അത്ഭുതങ്ങളുടെ നടുവിൽ, വിഗ്രഹാരാധന നിറഞ്ഞു നിന്ന ഒരു സ്ഥലത്ത്, നടുവിൽ ആ ഡയാന ദേവിയുടെ ക്ഷേത്രമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലത്തിന് നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്ന സ്ഥലത്തിന് നടുവിൽ നിന്നാണ്, ഉണർവിന്റെ നടുവിൽ നിന്നാണ് കൊലോസ്യ സ്ഥലത്തേക്ക് പോയി അവിടെ ശുശ്രൂഷയെ വ്യാപരിപ്പിക്കുന്ന എപ്പഫ്രാസിനെ ചെറിയ തുടക്കമായിരുന്നു ദൈവം അതിനെ അനുഗ്രഹിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. എപ്പഫ്രാസ് മുഖാന്തരം ദൈവസഭ രൂപാന്തരപ്പെടുന്നു, രൂപീകരിക്കപ്പെടുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം കൊലോസ്യ സഭയെ കാണുന്നേയില്ല, എന്നാൽ തന്റെ ലെറ്റർ മുഖാന്തരം കൊലോസ്യ സഭയോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണുന്നത് എന്ന് നാം ചിന്തിച്ചായിരുന്നു. ഇവിടെ പ്രത്യേകമായിട്ട് എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് സംസാരിക്കുന്ന ചില പദങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ, ഒരു പദവിയാണ് അല്ലേ, ഡീക്കൻ അല്ലെങ്കിൽ ഓവർസിയർ എന്നൊക്കെ ഉള്ള പേരിനേക്കാളൊക്കെ ദൈവാത്മാവ് കൊടുക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പേരാണ് വിശ്വസ്ത ശുശ്രൂഷകൻ. ദൈവത്താൽ അനുഭവിക്കപ്പെട്ട വിശ്വസ്ത ശുശ്രൂഷകൻ. നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, പരിശുദ്ധാത്മാവിലേക്ക് കൊണ്ടുവന്നത്, രക്ഷയിലേക്ക് കൊണ്ടുവന്നത്, കൊലോസ്യ പട്ടണത്തിലേക്ക് പിടിച്ചടക്കുവാൻ കൃപ പകർന്നത് എപ്പഫ്രാസിൽ കൂടെ വെളിപ്പെട്ട ദൈവിക നിയോഗവും ദൈവിക വചനങ്ങളുമാണെങ്കിൽ അവൻ നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹമാണ് നിങ്ങളോട് അറിയിച്ചതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഈ കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ എപ്പഫ്രാസിനെ കുറിച്ച് സംസാരിക്കുന്ന പൗലോസ് ഉയർത്തിപ്പറയുന്ന, അല്ലെങ്കിൽ പൊക്കിപ്പറയുകയല്ല, സത്യത്തിൽ അവന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്ന ഒരുപാട് വചനഭാഗങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസ്ത ശുശ്രൂഷകൻ, ആത്മാവിലുള്ള സ്നേഹം അറിയിച്ചവൻ, പിന്നെ പ്രാർത്ഥിക്കുന്നവനൊക്കെ നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ താൻ അറിഞ്ഞ സത്യത്തെ മൂടിവെക്കാതെ, താൻ അറിഞ്ഞ ഉണർവിനെ, പരിശുദ്ധാത്മ ഉണർവിനെ, സത്യത്തെ, രക്ഷയെ മൂടിവെക്കാതെ തന്റെ സ്വന്തം പട്ടണമായ കൊലോസിയിലേക്ക് നൽകുവാൻ, കൊലോസിയിലേക്ക് അത് എത്തിക്കുവാൻ എപ്പഫ്രാസ് വളരെ വില മുടക്കി എന്ന് നമുക്ക് കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് ആരാധിക്കുവാൻ എളുപ്പമാണ്, പരിശുദ്ധാത്മ നിറവിൽ നിറയുവാൻ എളുപ്പമാണ്, പാട്ട് പാടുവാൻ എളുപ്പമാണ്, സാക്ഷ്യം പറയാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുവിശേഷം പറയുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അല്ലെ, അതിന് നമ്മൾ സമയം എടുക്കാത്ത ആൾക്കാരാണ്. പ്രാർത്ഥിക്കുവാൻ സമയം കുറവ് എടുക്കാം. ബന്ധുക്കോസ്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും കുറവുള്ള കാര്യങ്ങൾ ഇത് 2 എണ്ണമാണ് അല്ലെ. സുവിശേഷം അറിയിക്കുന്നതിൽ പുറകോട്ടാണ്, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പുറകോട്ടാണ്. എല്ലാവരും അല്ല, കുറച്ച് വിഭാഗം ആൾക്കാർ. എന്നാൽ
ദൈവത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷം അറിയിക്കുക, കർത്താവിനെ കുറിച്ച് പറയുക, കർത്താവിനെ കുറിച്ച് സംസാരിക്കുക. നാം ബന്ധപ്പെടുന്നവർ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളുള്ളവർ, ജോലി മേഖലകളായിരിക്കാം, നാം കാണുന്നവരായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, സാക്ഷ്യക്കാരായിരിക്കാം, ഇവിടെ ഉള്ളവരായിരിക്കാം, നാട്ടിലുള്ളവരായിരിക്കാം, ഫോണിൽ കൂടെ വോട്ടിങ്ങിൽ കൂടെ ഒക്കെ നമുക്ക് കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയും. അപ്പോൾ സുവിശേഷം പ്രചരിപ്പിക്കുക, കർത്താവിനെ കുറിച്ച് പറയുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. ദൈവസഭ അനുഗ്രഹിക്കപ്പെടുന്നതും ദൈവസഭ വർദ്ധിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ സുവിശേഷം പറയാത്തത്തോളം കാലം അല്ലേ, നമ്മൾ ഇങ്ങനെ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ടിരിക്കും. നമ്മൾ സുവിശേഷം പറയുന്നത് മുഖാന്തരം, ഒരാളെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് മുഖാന്തരം, കർത്താവിനെ കുറിച്ച് പറയുന്നത് മുഖാന്തരമേ സഭ വർദ്ധിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഇവരെ ഈ സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ് അല്ലെ, ശമരിയയിലേക്ക് സുവിശേഷം പടർന്നത് കൊണ്ട്, ഫിലിപ്പോസിനെ അവിടെ ദൈവം ഉപയോഗിച്ചത് കൊണ്ട് ആ ശമരിയ പട്ടണം വിടുവിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതുപോലെ കൊലോസിയയിലേക്ക് എപ്പഫ്രാസിനെ പരിശുദ്ധാത്മാവ് അയച്ചത് കൊണ്ട്, അപ്പോൾ മെയിൻ നേതൃത്വത്തിനിടയിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ മാത്രമല്ല, അവരിൽ കൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിച്ചത്, മറ്റ് ചെറിയ ശുശ്രൂഷകന്മാരാൽ, അധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന ശുശ്രൂഷകന്മാരിൽ കൂടെ അല്ലെ മേശകൾ ശുശ്രൂഷിപ്പാൻ ആക്കിയവരാ സ്തേഫാനോസും ഫിലിപ്പോസും. എന്നാൽ അവരെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൈവങ്ങളിൽ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാതെ കിടന്ന ചില വ്യക്തികളെ ഒക്കെ ദൈവാത്മാവ് പ്രയോജനപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഉണർവിനായി. അപ്പോൾ നമ്മെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും. സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം, കർത്താവിനെ കുറിച്ച് പറയുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്നു, നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ പല ഭാഗങ്ങൾ അത് പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നോക്കുന്നു വായിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാവുന്നവരോട് പറഞ്ഞില്ലേ. അക്കരയിൽ നടന്ന അത്ഭുതത്തിന്റെ നടുവിൽ നിന്ന് 12 കൊട്ട നിറച്ചെടുത്ത അപ്പത്തിന്റെ ശുശ്രൂഷയ്ക്കകത്തു നിന്ന് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയാണ്, അക്കരയ്ക്ക് പോവുക. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്നാക്സ് കഴിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം നിങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല. അക്കരയ്ക്ക് പോവുക. അവരെ ആദ്യമായി അയക്കുന്നു, പിന്നീട് കർത്താവ് പുറപ്പെടുന്നു അല്ലേ. കർത്താവ് അവിടെ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അക്കരെ ആയിരുന്നൊരു ഭൂതഗ്രസ്തന്റെ നിലവിളി കർത്താവിന്റെ ചെവിയിലെത്തുകയാണ്. കർത്താവ് ഇക്കരെ ആയിരുന്നപ്പോൾ തന്നെ അവരിൽ വ്യാപരിച്ചിരുന്ന ഭൂതത്തെ ശാസിച്ചിരുന്നു. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിനോട് പുറപ്പെട്ടു പോകാൻ കർത്താവ് കൽപ്പിച്ചിരുന്നു. പാസ്റ്റൻസിലാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് അവരെ കാണുന്നതിന് മുമ്പേ കൽപ്പിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ അക്കരയിൽ ചെന്ന് പാദം വെക്കുമ്പോൾ തന്നെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ഓടി കർത്താവിനെ ആരാനും അടക്കാൻ കഴിയാതിരുന്നവനാണ്. ഗുഹകളിലേക്ക് ഓടിച്ചിരുന്ന മനുഷ്യൻ, 6000-ലധികം ഭൂതങ്ങൾ അടങ്ങിയ, ലിയോന്റെ സംഖ്യാകണം അടങ്ങിയ ഒരു മനുഷ്യൻ, ഗുഹകളിൽ പാർത്തിരുന്ന ഒരു മനുഷ്യൻ, ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്ന ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്ന മനുഷ്യൻ, ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാതിരുന്ന, ബന്ധുക്കളാൽ ചർച്ചക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടൊരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനെ ഒരൊറ്റ വാക്കിൽ കർത്താവ് അവന്റെ ഭൂതത്തെ പുറത്താക്കി അവനോട് കൽപ്പിച്ച് അവൻ യേശു കർത്താവ് തന്റെ പാദം അക്കരയിൽ വെക്കുമ്പോൾ തന്നെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ വന്ന് അവരിലുള്ള ഭൂതം കർത്താവിനോട് സംസാരിക്കുകയും ദൈവം അവനോട് വിട്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന പന്നിക്കുട്ടകളിലേക്ക് പോകുന്ന ആ ഭാഗങ്ങൾ അറിയാൻ വേണ്ടി വിശദീകരിക്കുന്നില്ല. പക്ഷെ ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ വിടുവിക്കപ്പെട്ടപ്പോൾ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു കർത്താവിനോട് ചേർന്ന് നടക്കണമെന്നുള്ള ഒരാഗ്രഹം അവനുണ്ടായിരുന്നു. കർത്താവ് അതിനെ അനുവദിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷകന്മാരിൽ കൂടെ ഒരു ഭൂതം 6000-ലധികം വരുന്ന ഭൂതസംഖ്യ ഉള്ള ഒരു മനുഷ്യൻ വിടുവിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ കൊണ്ട് ഇങ്ങനെ പോകും അല്ലെ, എല്ലാ സ്റ്റേജിലും പോകും, എല്ലാ കൺവെൻഷനിലും, എല്ലാ ദിവസയിലും നമ്മൾ പറയും, അവിടെ 6000 ഭൂതം ഉള്ള മനുഷ്യനായിരുന്നു കണ്ടോ, ഞാൻ ഒറ്റ പ്രാർത്ഥന നടത്തിച്ചതേ ഉള്ളൂ അല്ലേ, ഒരു വീഡിയോ എടുക്കും അല്ലേ, എല്ലാം ചെയ്യും. എന്നാൽ കർത്താവ് എന്താ അവനോട് പറഞ്ഞത്, നീ എന്റെ കൂടെ വരണ്ട അല്ലേ, കർത്താവിന്റെ വില നീ ചെന്ന് നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക. ഹല്ലേലൂയ. നിന്റെ ചാർച്ചക്കാരോട്, നിന്റെ ബന്ധുമിത്രാദികളോട്, നിന്റെ വീട്ടിലുള്ളവരോട് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതിനെ പ്രസ്താവിക്കുവാനാണ് ഞാൻ നിന്നെ നിയോഗിക്കുന്നത്. അവൻ അത് അനുസരിക്കുന്നുണ്ട്. ഡെക്കപ്പോലി എന്ന് പറയുന്ന 10 പട്ടണങ്ങൾ നിറഞ്ഞ ഗവൺമെന്റ് ഒഫീഷ്യൽസ് താമസിക്കുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ആ പട്ടണത്തിലെ കർത്താവിലേക്ക് നടത്തുവാൻ ഈ മനുഷ്യനെയാണ് പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ അപ്പോസ്തലന്മാരായ 12 ശിഷ്യന്മാരുണ്ട്. ഹല്ലേലൂയ. അപ്പങ്ങളന്മാരും അത്ഭുതങ്ങൾ കാണാനും
രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനൊക്കെ എനിക്കൊരു ശിക്ഷകണമുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണ്ട, നീ തെക്കപ്പുറയ്ക്ക് പോകുക. 10 പട്ടണങ്ങളെ വിടുവിക്കുവാനുള്ള ദൈവിക ശുശ്രൂഷ നിറവ് ഞാൻ നിന്റെ മേൽ അയച്ച് ആരോഗ്യം ഉപയോഗിക്കുകയാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യം, പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം, കർത്താവിനെ കുറിച്ച് സംസാരിക്കാനുള്ള ദൗത്യം ആരോഗ്യം നാം ചെയ്യണമെന്നുള്ളത് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി ചെയ്തത് എപ്പഫ്രാസ് ആകുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോഴും എപ്പഫ്രാസിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 4:12 ഒന്ന് വായിക്കാമോ? നിങ്ങളെ ഒരുത്തനായി, ഏറ്റവും വലിയ പ്രത്യേകതയാണത്, നിങ്ങളിൽ ഒരുത്തനായി. ഹല്ലേലൂയ. ആ പട്ടണത്തിലെ കൊലോസ്യ സഭയുടെ ഓവർസിയറായി മാറാനുള്ള സകല യോഗ്യതകളുള്ള മനുഷ്യനാണ്. അതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ എന്നൊക്കെ വേണേ എപ്പഫ്രാസിനെ കുറിച്ച് പറയാം, അല്ലേ? കാരണം അത് തുടങ്ങിയ ആൾ പുള്ളിയാണ്, അത് പ്രാർത്ഥിച്ച് ആരംഭിച്ചത് പുള്ളിയാണ്. അവിടെ ഒരു ഭാഷ ഉണ്ടായിരുന്നു, ആ ഭാഷന്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞുണ്ടോ? 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് തോന്നുന്നത് ഭാഷനെ കുറിച്ച്. അർഹിപ്പോസ്, അല്ലേ? അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നോട്ടിപ്പാൻ. അപ്പോൾ കൊലോസ്യ സഭയിലെ ഒഫീഷ്യൽ പാസ്റ്ററായി അർഹിപ്പോസിനെയാണ് ആക്കിയിരുന്നെങ്കിലും അതിന്റെ ആരംഭ ഫൗണ്ടർ, ചെയർമാൻ അല്ലെങ്കിൽ ഓവർസിയർ എന്ന പദവിയിലൊക്കെ എത്താൻ കഴിയുന്ന ആൾ ആരായിരുന്നു? എപ്പഫ്രാസ് ആയിരുന്നു. പക്ഷെ എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് ലേഖനത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം എഴുതുകയാണ്, നിങ്ങളുടെ ഓവർസിയർ ആയിരുന്ന, നിങ്ങളുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയിരുന്ന എപ്പഫ്രാസിനെ ഓർക്കണമെന്നോ? എപ്പഫ്രാസിനെ കുറിച്ചാണോ അവൻ എഴുതിയത്? നിങ്ങളിൽ ഒരുത്തനായി. നിങ്ങളിൽ ഒരുത്തനായി, ഒരു ഭാവമില്ല, ഒരു പദവിയുമില്ല, ഒരു സ്ഥാനവും മോഹിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തനായി നിന്ന് ക്രിസ്തുയേശുവിന്റെ ദാസനായ കർത്താവിനോട് ചേർന്ന കർത്താവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ എന്തിന്? നിങ്ങൾ തികഞ്ഞവർ. അവ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? ഒരു രാവിലെ എഴുന്നേറ്റാൽ തൊട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, അല്ലെ ഒന്ന് എഴുതി നോക്കണം. എത്ര ആത്മീയ വിഷയത്തിലെ ഉന്നമനത്തിനായി ആത്മീയമായി മുന്നേറാനുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അല്ലെ? കർത്താവിന്റെ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ആത്മീയ സംഭവങ്ങളെ കുറിച്ച്, ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ, അതിൽ കൂടുതൽ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? എനിക്ക് ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ, ഗുണമന്ത്രിക്കുള്ള ആഹാരം തരണമേ എന്നൊക്കെ അതിനകത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിലും കൂടുതലും ആത്മീയ കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് മോർണിംഗ് ടൈം തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണം ആത്മീയമായിട്ട് മുന്നേറണമെന്ന് കാണും. എനിക്ക് കൃപാവരം പ്രാപിക്കണം, എനിക്ക് അന്യഭാഷതാൽ നിറയണം, എനിക്ക് പ്രവചനത്താൽ നിറയണം, എനിക്ക് ശുശ്രൂഷയാൽ നിറയണം, എനിക്ക് കുറച്ചുകൂടെ പരിശുദ്ധാത്മാവിൽ കത്തിലൊഴിയണം, കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കണം, കുറച്ചുകൂടെ വേർപാടിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും ആ പ്രാർത്ഥനാ വിഷയങ്ങളെക്കാൾ കൂടുതൽ എന്തായിരിക്കും? നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന, എപ്പഫ്രാസിന് അതുപോലെ പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾ തികഞ്ഞവരാകുക, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറുക. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തികഞ്ഞവരായി മാറണം. ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്ന നാം തികഞ്ഞവരായി മാറുവാൻ വേണ്ടിയാണെന്ന് ദൈവത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ശാസനയ്ക്ക്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതായിത്തീരുന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നാം വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മെ ശാസിപ്പാൻ, ഗുണീകരിപ്പാൻ, നീതിയിലെ അഭ്യാസത്തിന് എല്ലാം ദൈവവചനം ഉതകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് ദൈവം എന്നെ എന്തിനാണ് തെരഞ്ഞെടുത്തത്, ദൈവം എന്തിനാണ് എന്നെ രാസകേമയിലാക്കിയിരിക്കുന്നത്, ദൈവം എന്തിനാണ് എന്നെ ഈ സഭയിലാക്കിയിരിക്കുന്നത്, ദൈവം എന്തിനാണ് എന്നെ ഈ പർട്ടിക്കുലർ ജോലി സ്ഥലത്താക്കിയിരിക്കുന്നത്, ദൈവം എന്നെ എന്തിനാണ് ഈ കുടുംബത്തിലാക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ എന്തിനാണ് ഈ കുടുംബം തന്നെ എനിക്ക് തന്നല്ലോ, ദൈവമേ പ്രാർത്ഥിക്കാതെ ഈ കുടുംബത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ, യാതൊരു ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഈ നല്ല മാതാപിതാക്കളെ ആണോ, ഈ നല്ല മാതാപിതാക്കളെ എനിക്ക് തന്നല്ലോ, അതുകൊണ്ട് അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ തികഞ്ഞവരാകുക, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിശ്ചയമുള്ളവരായി തീരുക. ഓക്കെ, നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അവന് വേണ്ടി പോരാടുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൂടുതലും ആർക്ക് വേണ്ടിയാ പ്രാർത്ഥനയിൽ പോരാടുന്നത്? ഞാനും എൻ്റെ മക്കൾ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും
ഞാൻ എൻ്റെ ജോലി, ഞാൻ എൻ്റെ ശുശ്രൂഷ, ഞാൻ എൻ്റെ അല്ലേ, ഞാൻ ചിന്തയില്ല. എന്നാൽ എപ്പഫ്രാസ് തന്നെ കുറിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ തികഞ്ഞവരാകുക, നിങ്ങൾ പൂർണ്ണനിശ്ചയമുള്ളവരാകുക, നിങ്ങൾ ദൈവഹിതം അന്വേഷിക്കുക. മാത്രമല്ല അവൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ട പ്രാർത്ഥന നടന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ 12 മണിയായി ഞാനിതാ വീഴുന്നു എന്ന് പറഞ്ഞ് വീഴുകയും രാവിലെ കണ്ണു നിറഞ്ഞ് മൊബൈൽ നോക്കി എണ്ണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഹല്ലേലൂയ. തികഞ്ഞവരാകുക, പോരാടി പ്രാർത്ഥിക്കുക. എപ്പഫ്രാസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി, അവന് വേണ്ടി അല്ല, അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ല, കൊലോസ്യ സഭയ്ക്ക് വേണ്ടി, കൊലോസ്യ പട്ടണത്തിന് വേണ്ടി, കൊലോസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ തികഞ്ഞവരായി മാറുവാൻ, അവർ പൂർണ്ണനിശ്ചയമുള്ളവരായി മാറുവാൻ അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഒന്ന് തീരുമാനം എടുക്കാവോ? പാസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനം എടുക്കാവോ? ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നമ്മുടെ പേരുകൾ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ സഭയിലുള്ള വിശ്വാസികളുടെ പേരുകൾ, കുടുംബങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പോരാടി പ്രാർത്ഥിക്കണമെന്ന് എപ്പഫ്രാസ് നമ്മെ തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. 20 മറ്റധ്യായങ്ങളിൽ ചില വാക്യങ്ങൾ അവനെ ക്രിസ്തുവേശുവിൽ എന്റെ സഹവർത്തനായ എപ്പഫ്രാസ് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവേശുവിൽ എന്റെ സഹവർത്തനായ എപ്പഫ്രാസ്. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാത്രമായിരുന്നില്ല, ഈ മനുഷ്യൻ അടി കൂടെ കൊള്ളുന്ന മനുഷ്യനായിരുന്നു. നമുക്ക് ദൈവം വെച്ച് അല്ലേ അടി കൊള്ളുന്നതായിട്ടുള്ള ഒരു അവസ്ഥകൾ നമുക്കുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എല്ലാത്തുകൊണ്ട് കേരളത്തിലായിരുന്നു നാട്ടിൽ ചെന്നാലും നമ്മൾ അടി കൊള്ളുന്നില്ല. ഇവിടെ വന്നാലും നമുക്ക് സുഖമാണ്. നമുക്ക് കേരളത്തിലും സുഖം, ഇവിടെയും സുഖം അല്ലേ. നോർത്ത് ഇന്ത്യയിൽ അധ്വാനിക്കുന്ന ശാരദ കൺവെൻഷനൊക്കെ നടന്നപ്പോൾ അതിൽ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രാർത്ഥന നടത്തുവാൻ കഴിയാതെ പോലീസ് കേസുകളിൽ പെട്ടിരിക്കുന്നവരുണ്ട്, ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥന നടത്തുവാൻ കഴിയാതെ പല സ്ഥലങ്ങളിൽ ബ്ലോക്കായിരിക്കുന്നവരുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പോയാലും ഇന്ത്യയിൽ കയറി, ഇന്ത്യയിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പം അല്ലേ, ഇന്ത്യയിൽ ഏതെങ്കിലും കയറി നമ്മൾ നാട്ടിൽ പോയിട്ട് ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങി വരിക. ഇവിടെ സന്തോഷത്തോടെ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നില്ല. നമ്മൾ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന കഷ്ടം എന്തൊക്കെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിക്കും എന്നുള്ള ചിന്ത അല്ലേ, അല്ലെങ്കിൽ കഴിക്കുന്നതിനെ കുറിച്ച്, കുടിക്കുന്നതിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, ശരീരത്തെ കുറിച്ച്, വസ്ത്രത്തെ കുറിച്ച്, ഇതൊക്കെ നമ്മുടെ കഷ്ടതകൾ. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, അതാണ് നമ്മുടെ കഷ്ടം. എന്നാൽ അനുഭവിച്ച കഷ്ടം അതൊന്നുമല്ലായിരുന്നു. അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അവരുടെ കൈകാലുകൾ ആമത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നു, ചങ്ങലകളാൽ അവർ ബന്ധിക്കപ്പെട്ടിരുന്നു. എപ്പഫ്രാസും പൗലോസിനോടൊപ്പം സഹതടവുകാരനായിരുന്നു എഴുതിയിരിക്കുന്നു. എന്റെ സഹബദ്ധനായ, എന്റെ സഹ തടവുകാരനായ എപ്പഫ്രാസ് എഴുതിയിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, ശിക്ഷ അനുഭവിക്കുവാനും കർത്താവിന് വേണ്ടി അടികൊള്ളുവാനും കർത്താവിന് വേണ്ടി ജയിലിൽ കിടക്കുവാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എപ്പഫ്രാസ്. നമുക്കതുകൊണ്ടാണ് ദൈവത്തിൽ പല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലല്ല, ഈ ലോകത്തിലുള്ള കഷ്ടതയല്ല നമ്മുടെ ആ ജീവിതത്തിന്റെ വലിയ കാര്യമായി നാം കരുതേണ്ടത്. അതിനപ്പുറമായ ഒരു ജീവിതം നമുക്കുണ്ട്, അതിനപ്പുറമായ ഒരു ഉയർച്ച നമുക്കുണ്ടെന്ന് ദൈവം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാട്ടുനാൾ ബലം പ്രാപിക്കുന്നു. നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളിൽ, രണ്ട് മനുഷ്യർ ചേർന്നാണ് പറയാൻ പറ്റും അല്ലേ. നമ്മുടെ സ്നാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച് പറഞ്ഞു, പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ളൊരു ചിന്ത നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്, പുറമേ ഉള്ള ഒരു മനുഷ്യനുണ്ട്. പുറമേ ഉള്ള മനുഷ്യൻ എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്ന, വസ്ത്രത്തിന് വേണ്ടി കൊതിക്കുന്ന, ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പുറമേ ഉള്ള ഒരു മനുഷ്യനുണ്ട്. എന്നാൽ നമുക്ക് അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തോട് എപ്പോഴും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു ആഗ്രഹം വരുന്നില്ല? എപ്പോഴെങ്കിലും ഒക്കെ വരാറുണ്ടോ? അത് നിങ്ങളുടെ അകത്തുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ്. വചനം വായിക്കണമെന്ന് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം അകത്ത് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, ഇന്ന് വചനം വായിച്ചില്ലല്ലോ, അതിൽ അല്പസമയം വചനം വായിക്കാം, അല്പസമയം പ്രാർത്ഥിക്കാം. അകത്തൊരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ അകത്തെ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുക. അതിനെ പട്ടിണിക്കിട്ട് കൊല്ലിട്ട് അല്ലെ, മാസങ്ങളായി പട്ടിണിക്കിട്ട് കൊല്ലുന്നവരുണ്ട് അല്ലെ. അകത്തുള്ള മനുഷ്യൻ ശോഷിച്ച് എല്ലും തോലുമായി ഇരിക്കുന്ന അനുഭവങ്ങളുള്ളവരുണ്ട്. അതിന് പുഷ്ടി പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് വചനം ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് ആത്മാവിൽ നിറയാൻ ആഗ്രഹമുണ്ട്, അതിന് പുതുക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള
കഴിക്കാനുള്ള ഭക്ഷണം വചനം കൊടുക്കുന്നില്ല, അതിനാവശ്യമായ പ്രാർത്ഥന കൊടുക്കുന്നില്ല, പരിശുദ്ധാത്മ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അകത്തെ ഉള്ള മനുഷ്യൻ ഇങ്ങനെ ശോഷിച്ച് താഴേക്ക് പോവുകയും പുറമേ ഉള്ള മനുഷ്യൻ തീർത്ത് വരികയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യനാ കഷ്ടം. എന്താ എന്തൊക്കെയാ അപ്പോസ്തലൻ പൗലോസിന്റെ കഷ്ടതകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പൈതാഹം, തടവ്, അല്ലെ, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, പ്രതിസന്ധികളുടെ വലിയൊരു കൂമ്പാരം. അപ്പോസ്തലനായ പൗലോസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കഷ്ടതകളുടെ വലിയൊരു കൂമ്പാരം. അപ്പോഴും അദ്ദേഹം പറയാണ്, ഈ പുറമേ ഉള്ള മനുഷ്യൻ ജയിച്ചു പോയാലും തടവ് വന്നോട്ടെ, അടി വന്നോട്ടെ, കടലാക്രമണം വന്നോട്ടെ, കള്ളസഹോദരന്മാരുടെ ആപത്ത് വന്നോട്ടെ, കരയിലെയോ കടലിലെ ആപത്ത് വന്നോട്ടെ, മൃഗയുദ്ധം വരെ ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയാണ്, ഈ പുറമേ ഉള്ള മനുഷ്യൻ ജയിച്ച് നഷ്ടപ്പെട്ടു പോയാലും എന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ഞാൻ ബലം നൽകിക്കൊണ്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ അകത്തുള്ള മനുഷ്യൻ.
ചില ക്ലാസ്സിലൊക്കെ നമ്മുടെ സഭാരാധനകളിൽ സംസാരിച്ചാൽ അങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ചില വചനങ്ങളിൽ വെളിപ്പെടുന്ന നിറവ് ആരാധന നടുവിൽ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ദൈവത്തിന് എപ്പോഴും ഒരു സമയമുണ്ടല്ലോ. ദൈവം നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സമയങ്ങളുണ്ടല്ലോ. ഇതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതിനകത്ത് മുമ്പ് സമയമില്ല. ഒരു കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹൃദയത്തോട് മന്ത്രിച്ച ഒരാലോചനയോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എലീശ പ്രവാചകൻ തന്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയോട് പറഞ്ഞു, നീ ചിന്തിക്കുന്നത് പോലെ അല്ല, ഒരു എണ്ണയുടെ വലിയ ഒഴുക്കുണ്ടാകാൻ പോവുകയാണ്. അതാർക്ക് തടയാൻ കഴിയത്തില്ല. പക്ഷെ ഒരുക്കം നിർത്തരുത്. പാത്രങ്ങൾ കുറഞ്ഞു പോകരുത്. പാത്രങ്ങൾ എണ്ണ നിൽക്കും. ഒരുക്കം കുറഞ്ഞാൽ എണ്ണ നിൽക്കും. ഒരുക്കം കുറയാത്തിടത്തോളം എണ്ണ നിൽക്കത്തില്ല. ഒരുക്കം കുറയാത്തിടത്തോളം എണ്ണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദിവസങ്ങളിൽ ആളുകൾ ഒരുക്കമുണ്ടെങ്കിൽ നിലയ്ക്കാത്ത അഭിഷേകത്തിന്റെ ഒരു വ്യക്തമായ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന നല്ല ഉറപ്പുണ്ട്. ഈ ദിവസങ്ങളൊക്കെ അഭിഷേകത്തിന്റെ ദിവസങ്ങളായി മാറാൻ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാത്ത ചില ആത്മീയ അന്തരീക്ഷങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. മന്ന സ്വർഗത്തിൽ നിന്ന് വീണപ്പോൾ അവർ ഭക്ഷിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഒരു രുചിയുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണമാണ്. അതിന്റെ ടേസ്റ്റ് വേറെയാണ്. അത് ഭൂമിയിൽ ലഭിക്കുന്ന ടേസ്റ്റ് അല്ല. അത് സ്വർഗത്തിലുള്ള ആഹാരമാണ്. ഞാൻ ജീവന്റെ